ഹാദിയ കേസിൽ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് വിവാദത്തിലേക്ക്. ഹാദിയയുടേത് നിർബന്ധിത മതം മാറ്റമെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഹാദിയയുടെ പിതാവിന്റെ വാദങ്ങളെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ചു. യുവതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവില്ല എന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. ഹാദിയ ഹിന്ദു സമുദായത്തിലാണ് ജനിച്ചതെന്നും ചില വ്യക്തികളുടെ സ്വാധീനത്താലാണ് മതം മാറ്റം നടത്തി ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചതെന്നുമാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതൊരു നിർബന്ധിത മതം മാറ്റമാണ്. തന്നെയുമല്ല, യുവതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലെന്നുമായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ നിലപാട്. യുവതിയുടെ റൂംമേറ്റായിരുന്ന ജസീന, ഫസീന എന്ന പെൺകുട്ടികളും അവരുടെ പിതാവ് അബൂബക്കറും പിന്നീട് സത്യസരണി എന്ന സ്ഥാപനവും യുവതിയുടെ സംരക്ഷണം ഏറ്റെടുത്ത AS സൈനബയും മതം മാറ്റത്തിന് പ്രേരണ നൽകി. മരണശേഷമുള്ള വിചാരണയും സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലും യുവതി ആകൃഷ്ടയായി. നരകത്തിൽ നിന്നുള്ള മോചനത്തിന് ഇസ്ലാമിക വിശ്വാസം മാത്രമാണ് രക്ഷയെന്ന് പെൺകുട്ടി വിശ്വസിച്ചുവെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. സർക്കാരിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. കൂടാതെ സംസ്ഥാനത്തിപ്പോഴും ലവ് ജിഹാദിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതായുള്ള വിധിന്യായത്തിലെ പരാമർശം വിവാദത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.